ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് PSC സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു പോർഷനാണ് ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ബഡ്ജറ്ററി പോളിസി എന്ന് പറയും. ഇത് PSC ക്ലാസ്സിന് മാത്രമല്ല, +2 അതുപോലെ തന്നെ ഡിഗ്രി PG ലെവലിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു പോർഷനാണ്. അതാണ് ഫിസ്ക്കൽ പോളിസി. എന്താണ് ഈ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ? ഫിസ്ക്കൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഗവൺമെൻറ് ഫൈനാൻസ് ഓർ ട്രഷറി. ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഗവൺമെൻറ് ട്രഷറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പോളിസിയെ വിളിക്കുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയും. അപ്പോൾ ഇറ്റ് ഈസ് ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ് ഓഫ് എ കൺട്രി. ഒരു ഗവൺമെൻറ് ഓഫ് എ കൺട്രിയുടെ പോളിസിയാണ്. ആൻഡ് ദാറ്റ് ഈസ് ടു എസ്റ്റാബ്ലിഷ് എക്കണോമിക് ഗ്രോത്ത് through budgetary policies or budgetary instruments such as taxation, government expenditure, public borrowing, etc. to achieve socio-economic stability in an economy. അതാണ് ഫിസ്ക്കൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ് ഓഫ് എ കൺട്രി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയെ വിളിക്കുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ആ ഫിസ്ക്കൽ പോളിസി നടപ്പാക്കുന്നത് ബഡ്ജറ്ററി ഇൻസ്ട്രുമെൻസിലൂടെയാണ്. ത്രൂ ബഡ്ജറ്ററി ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ടാക്സേഷൻ, ടാക്സുകൾ, അതുപോലെ പബ്ലിക് സ്പെൻഡിങ്, പബ്ലിക് ബോറോയിങ്. ഈ 3 കാര്യങ്ങളാണ് ഫിസ്ക്കൽ പോളിസിയിൽ പ്രധാനമായിട്ടുള്ളത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വരുമാനം ടാക്സേഷൻ. ഗവൺമെൻറ് അത് എടുത്ത് രാജ്യത്തിന് സ്പെൻഡ് ചെയ്യുന്നു വെൽഫെയർ ആക്ടിവിറ്റീസിന്. അതാണ് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്. പിന്നെ അത് തികയാതെ വരുമ്പോൾ, ഈ റവന്യൂ കൊണ്ട് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തികയാതെ വരും. കാരണം സ്പെൻഡിങ് ആണ് നമ്മുടെയൊക്കെ നാട്ടിൽ കൂടുതലുള്ളത്. അങ്ങനെ വരുമ്പോൾ പബ്ലിക് ബോറോയിങ് എടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനെല്ലാം കൂടെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്ററി പോളിസീസ് അല്ലെ ബഡ്ജറ്ററി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു എക്കോണമിയിൽ സോഷ്യോ എക്കണോമിക് സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ സോഷ്യോ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റേസിംഗ് നാഷണൽ ഇൻകം, റേസിംഗ് ടോട്ടൽ ഔട്ട്പുട്ട്, അഡ്ജസ്റ്റിംഗ് അൺഎംപ്ലോയ്മെൻറ്റ്, പ്രൈസ് ലെവൽ, എക്സെട്ര. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. ഓർത്തിരുന്നോണം, ധനനയം എന്ന് പറയും. ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എയിം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിഡക്ഷൻ ഇൻ റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഓൾസോ ട്രാൻസ്പെറൻസി ഇൻ ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിസ്ക്കൽ പോളിസിയിലൂടെ നമ്മൾ ചെയ്യുന്ന എന്താ? നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ്, ഇന്ത്യ പോലുള്ള രാജ്യത്ത് കൂടുതലും റവന്യൂ കമ്മികളാണുള്ളത്. എന്ന് പറഞ്ഞാൽ റവന്യൂ ലെസ് ദാൻ എക്സ്പെൻഡിച്ചറാണ്. നമുക്ക് എക്സ്പെൻഡിച്ചർ കൂടുകയും റവന്യൂ കുറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ആ ഡെഫിസിറ്റിനെ കുറയ്ക്കുക, റവന്യൂ ഡെഫിസിറ്റിനെ കഴിവതും കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്യുക. ഒപ്പം തന്നെ ട്രാൻസ്പെറൻസി ഇൻ ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ്, എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിലും സുതാര്യത ഏർപ്പെടുത്തുക. അങ്ങനെ ടാക്സേഷനിലൂടെ, പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെ, പബ്ലിക് ബോറോയിങ്ങിലൂടെ ഒരു എക്കോണമിയിൽ നാഷണൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുക, ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക, പ്രൈസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ വന്നിട്ട് റവന്യൂ ഡെഫിസിറ്റിനെ കംപ്ലീറ്റ് ഒഴിവാക്കുന്ന ആ രീതിയെ വിളിക്കുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി. ഇത് ഫസ്റ്റ് എംഫസൈസ്ഡ് ബൈ JM കെയ്ൻസ് എന്ന് പറയും. ഓർമ്മയുണ്ടല്ലോ, മാക്രോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞ മാക്രോയുടെ ഹെഡാണ് JM കെയ്ൻസ്. അയാളാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട്, കാരണം പഴയ കാലത്ത് ലേസി സ്ഫെയർ എക്കോണമി ആയിരുന്നു, അതായത് ഗവൺമെൻറ്റിന് വലിയ റോളില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഇയാളാണ് പറഞ്ഞത്, JM കെയ്ൻസ് ആണ് പറഞ്ഞത് ഗവൺമെൻറ്റിനാണ് റോള്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. പുള്ളി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇൻക്രീസ്ഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് റെഡ്യൂസിങ് ടാക്സ്. പറഞ്ഞ 2 പോയിന്റാണ്. ഇൻക്രീസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുക, റെഡ്യൂസിങ് ടാക്സ് റേറ്റ് കുറയ്ക്കുക. അങ്ങനെ വരുമ്പോൾ മോർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ദ എക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. ദാറ്റ് മീൻസ് മോർ ഡിസ്പോസിബിൾ ഇൻകം ടു ദ പബ്ലിക്. കാരണം ടാക്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴേ ജനങ്ങൾക്ക് അധിക വരുമാനം കിട്ടും. അങ്ങനെ ജനത്തിൻ്റെ ഡിസ്പോസിബിൾ ഇൻകം, ടാക്സ് കഴിഞ്ഞുള്ള ഇൻകം കൂടുകയും ചെയ്യും. അങ്ങനെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഒരു എക്കോണമിയിൽ കൂട്ടാൻ, ടോട്ടൽ ഗ്രോത്ത് റേറ്റ് റേസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഫിസ്ക്കൽ പോളിസിയാണെന്ന് JM കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് വർക്കിലൂടെ പറഞ്ഞിട്ടുണ്ട്. അറിയാമല്ലോ, വർക്ക് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, അതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേര്. പിന്നെ there are 3 tools
ഇൻ ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസിയിൽ 3 പ്രധാനപ്പെട്ട ടൂൾസ് ഞാൻ മുമ്പേ പറഞ്ഞു. ഒന്ന് ടാക്സേഷൻ, ഗവൺമെൻറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റവന്യൂ ആണ് ടാക്സേഷൻ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറാണ് രണ്ടാമത്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കാര്യം, എഡ്യൂക്കേഷൻ, ഹൗസിങ്, അതല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഉൾപ്പെടെ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നു. ഗവൺമെൻറ് അതായത് ഇക്കണോമിക് ഗ്രോത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അതാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തൊക്കെ സ്പെൻഡിങ് ആണ് കൂടുതൽ റവന്യൂവിനേക്കാൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഫർദർ സ്പെൻഡിങ് വേണ്ടി വരും, വീണ്ടും എക്കണോമിക് ആക്ടിവിറ്റീസ് വേണ്ടി വരും. അതിന് പണം തികയാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന അടുത്തൊരു നടപടിയാണ് പൊതുകടം, പബ്ലിക് ബോറോയിങ്. ഈ 3 കാര്യങ്ങളാണ് ടൂൾസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് കുറേ അധികം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഓർത്തിരുന്നോണം. പല ഒബ്ജക്റ്റീവ്സും ഇതിൻ്റെ അകത്തിലുണ്ട്. അതായത് ഹൈ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, നമുക്ക് ക്യാപിറ്റൽ കൂടുതൽ നേടിയെടുക്കണം. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസിനെ അതിനെ കംപ്ലീറ്റ് എടുത്തിട്ട് ഉപയുക്തം ആക്കണം. അതാണ്. അതുപോലെ എക്കണോമിക് സ്റ്റെബിലിറ്റി നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റിസ്, അതുപോലെ ജെൻഡർ ഇക്വിറ്റി, ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഈ ബഡ്ജറ്റിൻ്റെ ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം ബഡ്ജറ്ററി പോളിസീസ് ആണ്. ബഡ്ജറ്ററി പോളിസി 3 എണ്ണം ഉണ്ട്, ഓർത്തിരുന്നോണം. ബാലൻസ് ബഡ്ജറ്റ്, ബഡ്ജറ്ററി പോളിസി, ഡെഫിസിറ്റ് ബഡ്ജറ്ററി പോളിസി ആൻഡ് സർപ്ലസ് ബഡ്ജറ്ററി പോളിസി. ബാലൻസ് ബഡ്ജറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ മോർ ഓർ ലെസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള അതൊന്നും നമുക്ക് സാധ്യതയുള്ളതല്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡെഫിസിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ടോട്ടൽ റവന്യൂ. റവന്യൂവിനേക്കാൾ കൂടുതൽ സ്പെൻഡിങ് വരുന്നതാണ് ഡെഫിസിറ്റ്. അതാണ് കമ്മി, ധനക്കമ്മി എന്നൊക്കെ പറയും. പിന്നെ സർപ്ലസ്, അത് നമുക്ക് കിട്ടുന്നതല്ല. സർപ്ലസ് മീൻസ് റവന്യൂ ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ റവന്യൂ കിട്ടുന്ന അവസ്ഥ. അതൊക്കെ വലിയ വലിയ ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. ഈ 3 ബഡ്ജറ്ററി പോളിസി ഉണ്ട്. ഇനിയും അവിടെ തന്നെ 3 ടൈപ്സ് ഉണ്ട്. അതായത് ബഡ്ജറ്ററി പോളിസി 3 ടൈപ്സിലുണ്ട്, അത് ഓർത്തിരിക്കണം. അതൊന്ന് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷൻ ബഡ്ജറ്ററി പോളിസി, 2 കോമ്പൻസറ്ററി ബഡ്ജറ്ററി പോളിസി, ആൻഡ് 3 ഡിസ്ക്രിഷണറി ബഡ്ജറ്ററി പോളിസി. ഈ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷൻ ബഡ്ജറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ എക്സെട്ര. അതായത് ഗ്രോത്ത് റേറ്റ് അല്ലെ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്, ടാക്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ GNP റേസ് ചെയ്യും. അങ്ങനെ ടോട്ടൽ നാഷണൽ പ്രോഡക്റ്റ് GNP റേസ് ചെയ്യും. അങ്ങനെ GNP റേസ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ കുറഞ്ഞു കിട്ടും. അതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ഫ്ലെക്സിബിലിറ്റിയാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന കോമ്പൻസേറ്ററി ആണ്, കോമ്പൻസേറ്ററി ബഡ്ജറ്ററി പോളിസി. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുക, അതായത് നമുക്ക് സർപ്ലസോ അതുപോലെ തന്നെ ഡെഫിസിറ്റോ ഒക്കെ വരുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സർപ്ലസ് ബജറ്റ് എക്സസ് ഡിമാൻഡ് ആണെന്ന് വിചാരിക്കുക, മോർ ഡിമാൻഡ്, എക്സസ് ഡിമാൻഡ്, ദാറ്റ് മീൻസ് ഇൻഫ്ലേഷനാണ്. എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ. ആ സമയത്ത് നമ്മൾ സർപ്ലസ് ബജറ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡെഫിസിറ്റ് ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ഡിമാൻഡ് കുറയുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡെഫിസിറ്റ് ബഡ്ജറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ കോമ്പൻസേറ്ററി ബഡ്ജറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോമ്പൻസേറ്ററി ബഡ്ജറ്റ് പോളിസി അതാണ് നമ്മുടെ എക്കോണമിയിൽ എപ്പോഴും ഉണ്ടാകുന്ന സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയും, ബൂം, ഡിപ്രഷൻ, ഇതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഇൻഫ്ലേഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പോളിസിയും കൂടാണ് ഈ കോമ്പൻസേറ്ററി ബഡ്ജറ്ററി പോളിസി. അതുകൊണ്ട് അതിനെ കോൺട്രാ അല്ലെങ്കിൽ കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി, അതുമല്ലെങ്കിൽ ഫങ്ഷണൽ ഫിനാൻസ് എന്നും പറയാറുണ്ട്, ഓർത്തിരിക്കണം. പിന്നെ ഇനി മൂന്നാമതായിട്ട് വരുന്ന കാര്യം പറയുന്നത് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസിയാണ്. ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഈ ഫിസ്ക്കൽ പോളിസി എന്നാണ് ദഫാണ്. ഡിസ്ക്രിഷണറി അല്ലേ ബഡ്ജറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി അല്ലേ ബഡ്ജറ്ററി പോളിസി. അപ്പോൾ ഡിസ്ക്രിഷണറി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസ്ക്രിഷണറി പവർ ആണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വിവേചനാധികാരമാണ്. ഗവൺമെൻറ്റിന് ഡെലിബറേറ്റ് ആക്ഷൻസ് എടുക്കാം പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ, ടാക്സേഷനിൽ, അതുപോലെ തന്നെ ബോറോയിങ്ങിലൊക്കെ സമയമനുസരിച്ച് ചേഞ്ചുകൾ ഏർപ്പെടുത്താവുന്നത് ആണ്. പിന്നെ ഇത് കൂടാതെ
എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസീസ് ഉണ്ട്. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അവിടെ ടാക്സ് കട്ട് ചെയ്യും, ഗവൺമെൻറ് ടാക്സ് കട്ട് ചെയ്യുകയും സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓർത്തിരുന്നോണം, എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസിയിൽ ഗവൺമെൻറ് കട്ട്സ് ടാക്സ് ആൻഡ് ഇൻക്രീസിങ് സ്പെൻഡിങ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂട്ടി ടാക്സ് കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ എക്കണോമിക് സ്റ്റെബിലിറ്റി, മോർ GNP ഒക്കെ ഒരു എക്കോണമിയിൽ ഉണ്ടാകും, മോർ അഗ്രിഗേറ്റ് ഡിമാൻഡൊക്കെ ഉണ്ടാകും. നേരെ മറിച്ചും ചെയ്യാറുണ്ട്. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ഉണ്ട്, അല്ലെ ബഡ്ജറ്ററി പോളിസി ഉണ്ട്. അതായത് അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ചെയ്യുന്ന ടാക്സ് റേസ് ചെയ്യും. ഗവൺമെൻറ് റേസസ് ടാക്സ്, കട്ട് സ്പെൻഡിങ് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കുറയ്ക്കുക, ടാക്സ് കൂട്ടുക. ഇതെല്ലാം ചെയ്യുന്നത് അത്. പിന്നെ ന്യൂട്രലും ഉണ്ട്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ വലിയ ചേഞ്ച് ഒന്നുമില്ലാത്ത, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ചേഞ്ച് ഒന്നുമില്ലാത്ത ഒരു ബാലൻസിങ് പോളിസിയാണ് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയും. അപ്പോൾ അവിടെയൊക്കെ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ ഇന്ത്യ പോലുള്ള എക്കോണമിയിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ, അതായത് ഈ ഫിസ്ക്കൽ പോളിസികളെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ അണ്ടറിലാണ് എന്ന് ഓർത്തിരുന്നോണം. പിന്നെ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ ഉണ്ട്, ക്രൗഡിങ് ഔട്ട് ആൻഡ് ക്രൗഡിങ് ഇൻ എഫക്റ്റ്. ക്രൗഡിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ചില സമയത്ത് ഗവൺമെൻറ് തന്നെ കൂടുതൽ സ്പെൻഡ് ചെയ്യും, ഗവൺമെൻറ് സ്പെൻഡിങ് കൂടും, ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രൈവറ്റ് സ്പെൻഡിങ്. ദാറ്റ് മീൻസ് ക്രൗഡ് ഔട്ട് പ്രൈവറ്റ്. അപ്പോൾ പ്രൈവറ്റ് ബിസിനസ്സിനെ ക്രൗഡ് ഔട്ട് ചെയ്യുക, മാറ്റിയിട്ട് പകരം ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്ന നടപടിയെ വിളിക്കുന്ന പേരാണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയും. നേരെ മറിച്ച് സംഭവിക്കും ക്രൗഡിങ് ഇൻ എഫക്റ്റ്. ഡെഫിസിറ്റ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ് പ്രൈവറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് ദാൻ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൗഡിങ് ഇൻ എഫക്റ്റ് എന്ന് പറയും. ഇതെല്ലാം ഫിസ്ക്കൽ പോളിസിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ആണ്. Along with this fiscal policy, there is also another policy, monetary policy, to establish economic growth. Economic growth-നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ ഫിസ്ക്കൽ പോളിസിയോടൊപ്പം തന്നെ മോണിറ്ററി പോളിസി ഉണ്ട്. ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ മോണിറ്ററി പോളിസി സെൻട്രൽ ബാങ്കിൻ്റെ, അതാത് രാജ്യത്തെ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസിയാണ്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ഇതിലൂടെയൊക്കെ ഒരു എക്കോണമിയിൽ ഒരു സ്റ്റെബിലൈസേഷൻ, എക്കണോമിക് സ്റ്റെബിലൈസേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് ഈ ഇൻഫ്ലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു എക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് റേസ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് രണ്ട് ടൂൾസാണ് എന്ത്, ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി. അതിൽ ഫിസ്ക്കൽ പോളിസിയെ പറ്റിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മനസ്സിലായി കാണുമല്ലോ.